ഇന്ന് ഒരു പേപ്പർ ആർട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇത് ചെറുതായിട്ടൊന്ന് ഫ്രെയിം ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഫസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാം. ഫസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, ചെറുതായിട്ടൊന്ന് മടക്കി വിടുക. ഇപ്പം നമ്മൾ നടുക്കി നിന്ന് കയറിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നേരെ നടുക്കോട്ട് മടക്കുക. ഇനി ഇപ്പം നടുക്കോട്ട് മടക്കിയപ്പോൾ വന്ന ഒരു വരയിലൂടെ ഒന്നും കൂടെ മടക്കുക, വരയിലോട്ടൊന്ന് കൊടുക്കുക. മൂന്ന് വരയിലോട്ട് ഒന്നുകൂടെ മടക്കണം. നമ്മൾ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒന്നുകൂടെ മടക്കുക. ഇങ്ങനെ ഇത് ഫുള്ള് ഒന്ന് മടക്കിയെടുക്കുക. നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കും. ലൈക്ക് ഒരു സൈഡിൽ ഒരു പേപ്പർ എക്സ്ട്രാ വരിക. ലൈക്ക് ഒരു സൈഡിൽ ഒരു പേപ്പർ എക്സ്ട്രാ ഉണ്ട്, അതിന് ഇങ്ങനെ നടുക്കൊരു സംഭവമില്ല. ലൈക്ക് ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കുക. അത് കയറി കാണാൻ കാരണം കുറച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഇനി ഈ ഫ്രണ്ട് ഭാഗം ജസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടിങ് ഇങ്ങനെയുള്ള ഭാഗം, അതായത് ലൈക്ക് ഈ ഓപ്പൺ ചെയ്ത ഭാഗമില്ല, അത് നമ്മുടെ ചെസ്റ്റ് വൈസ് വെച്ചോ. അങ്ങനെ നമ്മൾ ചെസ്റ്റിനെ നേരെ വെച്ചിട്ട് ഈ ഭാഗം നേരതായിട്ട് മടക്കുക. ഫ്രണ്ട് കോർണർ നേരതായിട്ട് മടക്കുക. എൻ്റെ നേരെ സെയിം ഓപ്പോസിറ്റും ചെയ്യുക. ഇനി ഇത് നിവർത്തിയിട്ട് ഇപ്പോൾ മടക്കിയ ഭാഗം അകത്തോട്ട് മടക്കുക. ഈ വന്ന വര ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വര വെച്ച് അകത്തോട്ട് മടക്കുക. സെയിം ഈ സൈഡിൽ കൂടി ചെയ്യുക. ഇനി മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ ഷാർപ്പ് ഭാഗം, അതായത് ഫ്രണ്ട് എഡ്ജ് ഒന്നുകൂടെ മടക്കുക. മടക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഈ സെയിം ഓപ്പോസിറ്റ് സൈഡിലോട്ടും കൂടി ചെയ്യുക. ഇനി ആ ഒന്ന് മടക്കിയെടുത്തോടെ തന്നെ ഒരു കുഞ്ഞൊരു മടക്കം കൂടെ. സാധാരണ നമ്മൾ ഫുൾ ഇങ്ങനെ വെച്ചല്ലേ മടക്കുന്നത്. ഇത് അത്ര മടക്കണ്ട, കുറച്ച് ഗ്യാപ്പ്, തീരെ കുറച്ച് ഗ്യാപ്പ് ഇട്ടാൽ മതി. ഞാൻ എത്ര വിടുന്നുള്ളൂ അത്രയും ഗ്യാപ്പ് മാത്രം വിട്ട് ഒന്ന് മടക്കുക. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് വര കാണാൻ പറ്റും. അതിൽ രണ്ടാമത് ലാസ്റ്റ് കിടക്കുന്ന വര ലൈക്ക് മാർക്ക് നമ്മൾ പൊക്കണം. ലൈക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ആ ബാക്കി ഭാഗം അകത്തോട്ട് ജസ്റ്റ് സ്ക്വീസ് ചെയ്താൽ മതി, ഞെക്കിയാൽ മതി. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഞെക്കിയാൽ അതിലേക്ക് അടഞ്ഞു പോകും. അടഞ്ഞു പോയില്ലെങ്കിൽ അത് അത്ര ടൈറ്റ് അല്ല. അപ്പോൾ ടൈറ്റ് തന്നല്ല, നല്ലോണം ഇരിക്കില്ല. ഇതുപോലെ അടഞ്ഞിരിക്കില്ല, എന്നാലേക്ക് ഒരു അടഞ്ഞു തുറക്കുന്നൊരു ഫീൽ വെച്ചുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആ ഭാഗം ചെക്ക് നമ്മൾ ഫുൾ ഇങ്ങനെ ചെയ്തിട്ട് വരാം. കുറച്ചുകൂടെ ലൈക്ക് സ്ക്വയർ, ലൈക്ക് ഇതുപോലെ നല്ല സ്ക്വയർഡായിട്ട് നല്ല തിക്ക് ഷേപ്പിലാണ് വരുന്നതെങ്കിൽ ബാക്കിൽ നമ്മളിപ്പോൾ ഇവിടെയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിന് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് വെച്ച് അവിടെയും കൂടെ ചെയ്യുവാണെങ്കിൽ മറ്റേ സൈഡും ഷാർപ്പായിട്ട് നിൽക്കും.
അപ്പോൾ ഒരു ഓവറോൾ സ്ക്വയർ ഷേപ്പ് കിട്ടും. സ്ക്വയർ അല്ല, ഷാർപ്പ്. ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോഴും ഇതൊന്ന് മടക്കണം. മുമ്പ് മടക്കുമ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ കർവായിട്ട് വരണമെങ്കിൽ അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് ഞെക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ഒന്നുകൂടി ചെയ്യുക. ടോപ്പ് ഭാഗം താഴേക്ക് മുട്ടിക്കുന്നു, ഞാൻ തന്നെ ഓപ്പോസിറ്റ് ചെയ്യുന്നു. ഇനി മുമ്പ് ഇതുപോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു മടക്ക് വിടുന്നു. ലൈക്ക് അത് ചെരിഞ്ഞ് വരണം, ചെരിഞ്ഞ് എനിക്ക് ശരിയാവില്ല. നിങ്ങൾ നോക്കിയാൽ അത് സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നതാണ്, പക്ഷെ അത് നമുക്ക് ആക്ഷൻ ഇങ്ങനെ ചെരിഞ്ഞാണ് പോകുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ 2 വര, രണ്ടാമത്തെ ലാസ്റ്റ് വരുന്ന ഭാഗം മുമ്പോട്ട് എടുക്കുക, ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുക്കുക, പ്രസ് ചെയ്യുക. ഇതുപോലെ തന്നെ ഒരു ലെയർ കൂടി ചെയ്യുക. ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലാസ്റ്റിലോട്ട് മടക്കിയ ഭാഗം അതൊന്ന് നിവൃത്തമാണ്. ഇത് ഇപ്പം നമ്മൾ മടക്കിയത് നിവൃത്തിയില്ലേ, അപ്പോൾ അത് വിചാരിച്ചാൽ ആദ്യമേ ചെയ്യാതിരിക്കില്ലേ. കാരണം ആദ്യമേ ചെയ്തില്ലെങ്കിൽ അവസാനത്തെ ഭാഗം വരുമ്പോൾ നമ്മൾ അവിടെ വെച്ച് മടക്കിപ്പോവും, പിന്നെ കാണുമ്പോൾ ഒരു ഫിനിഷ്ഡ് ലുക്ക് കിട്ടത്തില്ല. പിന്നെ ഫസ്റ്റ് ടൈം വരയിടുമ്പോൾ എനിക്ക് രണ്ടാമത്തെ ഇതിടുമ്പോൾ വണ്ണം കൂടിപ്പോലെ അല്ല ശരിയാവില്ല. നമ്മുടെ ലാസ്റ്റ് ബെൻഡിങ് ആണ്, ലാസ്റ്റ് ആയിട്ടുള്ള ആണ്. ഇത് ശരിയായിട്ട് വന്നില്ലെങ്കിൽ ചിലപ്പോൾ ലുക്ക് വരത്തില്ല. ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ടായിട്ട് ഇതിനെ ലൈക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യുവാണ്. ഇപ്പോൾ ഇത് ശരിയായിട്ട് വന്നില്ലെങ്കിൽ കംപ്ലീറ്റ്ലി അതുകൊണ്ട് ചെയ്യേണ്ടി വരും. ഇനി ഇത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെയിം പോലൊരു സംഭവം ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഒറിഗാമി ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഒറിഗാമിയുടെ സൈസിൽ നമ്മളൊരു കാർഡ്ബോർഡ് കട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് ഈ ഭാഗം കൂടെ കവർ ചെയ്യാനുള്ള സൈസ് കാർഡ്ബോർഡും കൂടെ കട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ 4 എണ്ണം ഉണ്ടാക്കിയെടുക്കുക. അത് നമുക്ക് ഇനി കട്ട് ചെയ്തെടുത്തത് സൈഡിലൊക്കെ ഒട്ടിക്കാം.
അപ്പോൾ നമ്മുടെ സിമ്പിൾ ഡിസ്പ്ലേയും സിമ്പിൾ ഓറിഗാമിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ്.